ചുണ്ടേ ചെവിയേ നിന്നരികിൽ ചന്തമേറും രോമം. ചുണ്ടേ ചെവിയേ നിന്നരികിൽ ചന്തമേറും രോമം. മാസായി നീസായി വളരുന്നിരോമത്തിനു വിളിപ്പേരു താടിയോ. മാസായി നീസായി വളരുന്നിരോമത്തിനു വിളിപ്പേരു താടിയോ. ചുണ്ടേ ചെവിയേ നിന്നരികിൽ ചന്തമേറും രോമം. ഇരുമുഖമാണേ പല പേരാണേ പല നാളിൽ പറയാതെ വന്ന ഈ ഫ്രീക്കന്റെ താടി. എൻ്റെ പേര് ഫസൽ. ഇതെൻ്റെ കഥയാണ്. അല്ല, ഇതെല്ലാ താടിക്കാരുടെയും കഥയാണ്. ചില കുട്ടികൾക്ക് ഈ താടി കാണുമ്പോൾ പേടിയാ. പക്ഷെ ചില കുട്ടികളുണ്ടല്ലോ, അവർ ഈ താടിയിൽ പിടിച്ചങ്ങ് കളിക്കും. അതൊരു സുഖ. ഞാൻ സുന്ദരനൊന്നുമല്ല, പക്ഷെ താടി വെച്ചവർക്ക് ഒരു പ്രത്യേക സൗന്ദര്യ. അതറിയാൻ താടി വെച്ച് തന്നെ നോക്കണം. ഈ താടി കൊണ്ട് ചൊറിച്ചലൊന്നുമില്ല കേട്ടോ, അത് മൊത്തം നാട്ടുകാർക്കല്ലേ. കാടന്നൽക്കൂട് കൊണ്ട് രാവിലെ തന്നെ അങ്ങോട്ടാ. ചവിട്ട് ചവിട്ട അമർത്തി ചവിട്ട്. അവൻ്റെ ഒരു താടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചൊറിച്ചിലേ അത് നാട്ടുകാർക്ക് മാത്രമല്ല, വീട്ടുകാർക്കുണ്ട്. വാ, ഇനി നാട്ടുകാരുടെ ചൊറിച്ചിൽ കാണാം. ഇവന്റെ താടി കണ്ടറിയാ കഞ്ചാവാ. അതെല്ലേ? എന്താ അല്ലേ, താടിയും മുടിയും അല്പം നീട്ടി വളർത്തിയ എല്ലാവർക്കും കഞ്ചാവുമായി ബന്ധപ്പെടുത്താൻ എന്താ ഒരു താല്പര്യം. പക്ഷേ എല്ലാവർക്കും ഇല്ല കേട്ടോ. ഇക്ക താടി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഒരു സെൽഫി എടുത്തോട്ടെ ഇക്ക പ്ലീസ്. ഇതേ കണ്ടോ, എൻ്റെ താടിയോട് കുറച്ച് ആരാധനയുള്ള പിള്ളേരും ഉണ്ട്. കണ്ടില്ലേ? താങ്ക്സ് ഇക്ക. ഇതാണ് എൻ്റെ ഗ്യാങ്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നാട്ടുകാർ ചിലര് കീർക്കന്മാരെന്നും ചിലര് ഫ്രീക്കന്മാരെന്നൊക്കെയാ വിളിക്കുക. ഇതെന്റെ ചങ്ക് സുലൈമാൻ. സ്നേഹിച്ചാലിവൻ ചങ്ക് പറിച്ചു തരും. ഇത് അപ്പു, ഒരു സെൽഫി ഭ്രാന്തനാ, പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ. ഇത് ചിപ്പു, ഇവനും എന്റെ ചങ്ക. പക്ഷേ ഇവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. What a place. ഇങ്ങോട്ടൊക്കെ ഓക്കെ. ഇങ്ങനെ മതിയാ? ചിപ്പു, ആ സിഗരറ്റും കളഞ്ഞ. ആരെങ്കിലും കണ്ട സ്റ്റഫാന്ന് വിചാരിക്കും. അത് നിന്നെ കണ്ടാലും പറയും. ഹലോ, പറ ബ്രോ. ബിടെക്കോ? സുഖം, ധൈര്യമായിട്ട് എടുത്തോ. ഓക്കേടാ, ബൈ. ആരാടാ? അത് നമ്മുടെ മനു. ബിടെക്കിന്റെ സുഖം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു.
അങ്ങനെ ഒരുത്തനെ കൂടി കുടുക്കിയപ്പോ എന്തൊരാശ്വാസം. അങ്ങനെ ഞാനും ബിടെക് കഴിഞ്ഞു. ഇനി എന്തേലും ജോലി നോക്കണം. അപ്പൊ അതിന്റെ 38 സപ്ലൈയോ? ഉം. കൂലിപ്പണിക്ക് എന്തിനാടാ സപ്ലി? വേർപ്പിക്കാതടാ. ഡാ ചിപ്പു, നിന്റെ കണ്ണെന്താ ചോന്നിരിക്കുന്നത്? അല്ല, വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കാം. നിനക്കെന്തോ ഒരു മൗനം. സത്യം പറയടാ, നീ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? അടിച്ചാ തന്നെ നിനക്കൊക്കെ എന്താ? എന്താന്നോ കൂട്ടത്തിലൊരുത്തിന് മോശമുണ്ടോന്ന് വിചാരിച്ചിട്ടാ. നിന്നോട് അന്നേ പറഞ്ഞതാ ആ സൈക്കോ ആയിട്ടുള്ള കൂട്ടുവിടാൻ. നാടിനും വീടിനും ഉപകാരമില്ലാത്തവൻ. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്തേ. നോക്കടാ, നോക്ക്. വിട് വിട്. നീ ഇവിടം വരെ എത്തണം. അത് സൈക്കോയുടെ ഫസലെ, അത് തിരിച്ചു തന്നേക്ക്. പണി കിട്ടുവേ, നല്ല പണി കിട്ടും. കാണിച്ചു തരാടാ. ഇപ്പോ ഏകദേശം കാര്യം പിടിയിട്ട് കാണുമല്ലോ. ഇനി നമുക്ക് അല്പം സീരിയസ് ആവാം. ഈ താടിക്കാർ എത്ര തരത്തിലുണ്ടെന്ന് ഞങ്ങളിപ്പോ കാണിച്ചു. ഫസലേ, ആ ചിപ്പു സൈക്കോയും കൂട്ടി വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങോട്ട് മാറിയോ. വാടാ. Hello, my beard friend. ഏയ്, ഇവനെ അടിച്ചതിന് പകരം ചോദിക്കാനല്ല ഞാൻ വന്നത്. ബട്ട് പകരം ചോദിക്കാൻ തന്നെയാ വന്നത്. അത് നീ നശിപ്പിച്ച ഡ്രഗിന് വേണ്ടി. യു നോ ഹൗ കോസ്റ്റ്ലി ഇറ്റ് ഈസ്. ഗിവ് മീ മൈ മണി മാൻ. ഈ കഥയിലെ നായകൻ ഞാനാണ്. നിനക്കൊരു കാര്യം അറിയാം, നിന്നെ പോലുള്ള താടിക്കാരും എന്നെ പോലുള്ള താടിക്കാരും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തെളിവ് വേണം. തെളിവ്. അപ്പു, എല്ലാം റെക്കോർഡല്ലേ? പിന്നെ എല്ലാം റെക്കോർഡാ. ഈ കളിയിൽ നീ ജയിച്ചു എന്ന് കരുതണ്ട കേട്ടോ. ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് നിന്റെ കൂടെ കളിക്കാൻ ഞങ്ങളില്ലെങ്കിലോ?
റോളിംഗ് അച്ഛൻ റോളിംഗ് ഇവിടെ അറിയണമെങ്കിൽ നമുക്ക് തെളിവ് വേണോ? ആ തെളിവ് നിങ്ങക്ക് ഞാനൊരു അടി തരാണ്. അടേ